വെൽക്കം എവറി വൺ ടു മൈ ലോഡ് സ്റ്റാർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് അലങ്കാറാണ്. അലങ്കാറിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. अलंकार को कितने भेद होते हैं? 3 भेद. कितने भेद होते हैं? 3 അല്ലേ? അലങ്കാറിന് 3 ഭേദാണുള്ളത്. പക്ഷേ ഇതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ആ 3 ഭേദിൻ്റെ ഉപഭേദ് ആയിട്ട് സൈക്കടവും 100 കണക്കിന് ഭേദമുണ്ട് അലങ്കാർ അല്ലേ. അത് പഠിച്ചാലും തീരത്തില്ല. പക്ഷെ നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിനും അതുപോലെ സ്കൂൾ എക്സാമിനൊക്കെ ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ആവശ്യമായിട്ടുള്ള ചില അലങ്കാർ മാത്രമാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. അപ്പം നമ്മൾ ഈ വരുന്ന 3 അലങ്കാർ ഏതൊക്കെയാണ്, അതിനകത്ത് വരുന്ന ഉപഭേദ ഏതൊക്കെയാണ് എന്നതിനെക്കുറിച്ച് നമ്മൾ ഈ ടോപ്പിക്കിൻ്റെ അവസാനം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അനുപ്രാസ് അലങ്കാർ. നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് അനുപ്രാസ് അലങ്കാറാണ്. എന്താണ് അനുപ്രാസ് അലങ്കാർ? एक ही वर्ण बार बार आता है तो अनुप्रास अलंकार ही होगा. एक ही वर्ण बार बार आता है. ചില എക്സാമ്പിൾസ് ഇവിടെ ഉണ്ട്, നോക്കൂ. चारू चंद्र की चंचल किरणें. चारू चंद्र की चंचल ച ച ച അല്ലേ. ഓരോ വരിയിലും ആവർത്തിച്ച് വരുന്ന ഈ ച എന്ന ഈ വർണ്ണം, അതാണ് അനുപ്രാസ് അലങ്കാർ എന്ന് പറയുന്നത്. ചാരു ചന്ദ്രക്ക് ചഞ്ചൽ കിരണേ. മധുർ മൃദു മഞ്ജുൾ മുഖ് മുസ്ക്യാൻ. മധുർ മൃദു മഞ്ജുൾ മുഖ് മുസ്ക്യാൻ. ഇവിടെ മാ എന്ന വർണ്ണം ആവർത്തിക്കുന്നത് കണ്ടോ. ബർഷത് ഭാരത് ബൂന്ത്. ബാ ബാ ഇവിടെ ആവർത്തിച്ച് വരുന്ന ഭാ കണ്ടോ. കോഖിൽ കീർ കപോതനിക്കെ കുൽ കേലി കരേ. ഇവിടെ കോഖിൽ കീർ കപോതനി കേൽ കൂൽ കേലി കരേ. കാൻ ആവർത്തിച്ച് വന്നിരിക്കുന്നു. നോക്കൂ, ഇങ്ങനെ ഒരു വരിയിലെ ഒരേ അക്ഷരങ്ങൾ ഒരേ വർണ്ണം ഇങ്ങനെ ആവർത്തിച്ചുള്ള ആ ഒരു ഭംഗി അല്ലേ, അതാണ് അനുപ്രാസ് അലങ്കാർ എന്ന് പറയുന്നത്. തരുണി തനൂജ തട്ട് തമാൽ. താ ഇവിടെ ആവർത്തിച്ച് വന്നിരിക്കുന്ന വർണ്ണം താ ആണ്. നെക്സ്റ്റ് നോക്കൂ, ഇത് രണ്ടും കുറച്ച് ഡിഫറെൻ്റ് ആണ്, നിങ്ങളത് മനസ്സിലാക്കുക. ചോരട്ടി ഹെ ഘോരട്ടി യാ ചോരട്ടി ആഹിർ കി. ഇവിടെ ഈ റട്ടി റട്ടി എന്നുള്ള ഈ വാക്കുകൾ ആവർത്തിച്ചു വന്നിരിക്കുന്നത് രണ്ടാമത്തെ വർണ്ണവും മൂന്നാമത്തെ വർണ്ണവും. ഇവിടെയും രണ്ടാമത്തെ വർണ്ണവും മൂന്നാമത്തെ വർണ്ണവും. ആദ്യത്തെ വർണ്ണങ്ങളല്ല ഇവിടെ ആവർത്തിച്ചു വന്നിരിക്കുന്നത് അല്ലേ. പക്ഷെ ഈ പദയെന്ന ഇതിലൊക്കെ നമ്മൾ കണ്ടത് ആദ്യത്തെ വർണ്ണങ്ങളാണ് അല്ലേ. ഒരു വാക്കിൻ്റെ ആദ്യത്തെ വർണ്ണങ്ങളാണ് ആവർത്തിച്ചു വന്നിരിക്കുന്നത്. അപ്പം ആദ്യത്തെ വർണ്ണം തന്നെ ആവർത്തിക്കണമെന്നില്ല. രണ്ടാമത്തെ വർണ്ണമോ മൂന്നാമത്തെ വർണ്ണമോ ഒക്കെ ആവർത്തിക്കാം. പക്ഷെ അത് ആദ്യം രണ്ടാമത്തെ വർണ്ണമാണെങ്കിൽ രണ്ടാമത്തെ വാക്കിലും അതേ രണ്ടാമത്തെ വർണ്ണം, മൂന്നാമത്തെ വാക്കിലും അതേ രണ്ടാമത്തെ വർണ്ണം, അങ്ങനെ തന്നെ ആയിരിക്കണം. അല്ലാതെ ആദ്യത്തെ ഒരു വാക്കിൽ രണ്ടാമത്തെ വർണ്ണം ര വന്നു, മൂന്നാമത്തെ വാക്കിൽ ഈ ര എന്ന് പറയുന്നത് ആദ്യമോ അവസാനമോ അങ്ങനെയൊന്നും ആകാൻ പാടില്ല. അപ്പം ആദ്യത്തെ വാക്കിൽ രണ്ടാമത്തെ വർണ്ണമാണ് അവിടെ ആവർത്തിച്ചതെങ്കിൽ രണ്ടാമത്തെ വാക്കിൽ അതേ സെക്കൻഡ് വർണ്ണം തന്നെ ആവർത്തിക്കണം. അപ്പോൾ ആദ്യത്തെ വർണ്ണം തന്നെ ആവർത്തിക്കണമെന്നില്ല. പക്ഷെ അതിൻ്റെ ഓർഡറായിട്ട് അത് രണ്ടാമത്തെ വർണ്ണമാണെങ്കിൽ എല്ലാ വാക്കുകളിലും രണ്ടാമത്തെ വർണ്ണം തന്നെ ആവർത്തിച്ചിരിക്കണം. മൂന്നാമത്തെ വർണ്ണമാണെങ്കിൽ എല്ലാ വാക്കുകളിലും മൂന്നാമത്തെ വർണ്ണം തന്നെ ആവർത്തിച്ചിരിക്കണം. ഓക്കെ, ചോരട്ടി ഘോരട്ടി ചോരട്ടി. ഇവിടെ രട്ടി റട്ടി എന്നുള്ള വാക്ക് വർണ്ണം 2, 3 ആണ്. 2, 3 ഇവിടെയും 2, 3 ആണ്. സൗരജ് ധീരജ് തേഹി രഥ് ചാക്ക. ഇവിടെ രജ്
റജ്. ഇവിടെ ആവർത്തിച്ച് വന്നിരിക്കുന്നത് രണ്ടും മൂന്നും വർണ്ണങ്ങളാണ്. അപ്പോൾ അനുപ്രാസ് അലങ്കാർ എന്ന് പറയുന്നത് ഏക് ഹി വർണ്ണ ബാർ ബാർ ആതാ ഹെ തോ അനുപ്രാസ് അലങ്കാർ കഹത്തെ ഹെ. അനുപ്രാസ് അലങ്കാർ മത്ലബ് അല്ലേ. ഇത്രയും എക്സാമ്പിൾസിലൂടെ ഈ അനുപ്രാസ് അലങ്കാർ എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് യമക് അലങ്കാർ. यमक अलंकार एक ही शब्द दो बार अर्थ अलग अलग. एक ही शब्द दो बार आता है. एक पंक्ति में एक ही शब्द दो बार आता है लेकिन अर्थ अलग अलग होता है. लेकिन उस शब्द का अर्थ अलग अलग होता है. അതാണ് യമക് അലങ്കാർ. ഒരു ലൈനിൽ ഒരേ വാക്ക് തന്നെ ഒരേ ശബ്ദം തന്നെ ആവർത്തിച്ച് വരും. ആ ആവർത്തിച്ച് വന്നിരിക്കുന്ന ശബ്ദത്തിൻ്റെ മീനിങ്, അതിൻ്റെ അർത്ഥം വ്യത്യസ്തമായിരിക്കും. അതാണ് യമക് അലങ്കാർ. കാലി ഘട്ട ക ഘമട്ട് ഘട്ട. ഇവിടെ ഘട്ട എന്നുള്ള വാക്ക് 2 പ്രാവശ്യം ആവർത്തിച്ച് വന്നിട്ടുണ്ട് അല്ലേ. काली घटा का घमट घटा. काली घटा मतलब काले बादल. घमट घटा मतलब क्या है? कम होना. घटा मीन्स കാലി ഘട്ട മീൻസ് ഇവിടെ ബാദൽ എന്നും ഘട്ട മീൻസ് ഇവിടെ കം ഹോന എന്നുമാണ് അർത്ഥം. അപ്പോൾ ഇവിടെ കാലേ ബാദൽ ഗമഡ് മീൻസ് അഹങ്കാരം അല്ലേ. അത് കം ഹോന അതാണ് ഇവിടെ. ഇത് കം ഹോന എന്നും ഈ ഘട്ട ബാദൽ എന്നുള്ള അർത്ഥത്തിലാണ്. 2 മീനിങ്ങിലാണ് ഇവിടെ ഒരേ വാക്ക് ആവർത്തിച്ച് വന്നിരിക്കുന്നത്. ജിത്തിനെ തും താരേ ഉത്തിനെ നഹി ഗഗൻ മേം താരേ ഹേ. ജിത്തിനെ തും താരേ, താരേ മീൻസ് സാരേ അല്ലേ. ജിത്തിനെ തും സാരേ ഉത്തിനെ നഹി ഗഗൻ മേം താരേ. ഇവിടെ നക്ഷത്രം അല്ലേ, സ്റ്റാർസ് എന്നുള്ള അർത്ഥത്തിലാണ് ഈ താരേ. ഇവിടെ താരേ സാരേ എന്നുള്ള അർത്ഥത്തിലാണ് കൊടുത്തിരിക്കുന്നത്. 3 बेर घाती थी वे 3 बेर घाती है. बेर എന്നുള്ള ശബ്ദമാണ് ആവർത്തിച്ചിരിക്കുന്നത്. बेर मतलब क्या है? बेर बार. 3 बार गाती थी. क्या खाती थी? वे 3 बेर खाती थी. बेर मतलब एक फ्रूट, एक फल का नाम है. बेर एक फल का नाम है. ये फल 3 बार खाती थी. बेर मतलब बार, बेर मतलब एक फ्रूट, एक फल का नाम. कनक कनकते सौघुनी माधगता अधिकाय. कनक कनकते सौघुनी माधगता अधिकाय. കനക് മീൻസ് ഇവിടെ 2 കനകം വന്നിട്ടുണ്ട്. കനക് എന്ന് പറഞ്ഞാൽ സോന എന്നും ഇനി ഒരു കനകം ജീവൻ എന്നുമുള്ള അർത്ഥത്തിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കനക് മത്ലബ് സോന, दूसरा कनक का अर्थ जीवन. ഈ വരിയിലൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കൂ. തൂ മോഹൻ കെ ഉർ ബസി ഹേ ഉർ ബസി സമാൻ. ഇവിടെ ഉർ എന്നും ബസി എന്നും 2 വാക്കായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഉർ ബസി അല്ലേ. എന്താണ് ഇവിടെ ഉർ ബസി എന്ന് പറഞ്ഞാൽ വെച്ചാൽ ഉർ ബസി, ഉർ മീൻസ് മനസ്സ് അല്ലേ, ഹൃദയം. ബസി മീൻസ് വസിക്കുക, ഹൃദയത്തിൽ വസിക്കുക. ഉർബസി കെ സമാൻ. ഉർബസി മീൻസ് ഏക് നാരി കെ നാം ഹെ അല്ലേ, ഏക് നാരി കെ നാം ഹെ ഉർബസി. ഉർ മീൻസ് ഹൃദയ, ബസി മീൻസ് വസിക്കുക അല്ലേ. അപ്പോൾ ഇവിടെ ഒരു പേരായിട്ട് ഉർബസി എന്ന ഒറ്റ ശബ്ദമായിട്ടല്ല ഇത് ഉർബസി. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് 2 വേറെ അല്ലേ, അപ്പോൾ ഇത് യമക് അലങ്കാരാണോ അല്ലേ. പക്ഷെ ഇങ്ങനെ വന്നാലും അതും യമക് അലങ്കാർ തന്നെ ആണ്. ഉർ ബസി ഹെ ഉർബസി സമാൻ. ഉർ മീൻസ് ഹൃദയം, ബസി മീൻസ് വസിക്കുക, ഹൃദയത്തിൽ വസിക്കുക. ഉർബസി സമാൻ അല്ലേ. नारी, नारी के नाम ആണ് ഉർബസി, ഉർബസി के സമാൻ. നെക്സ്റ്റ് പ്രശ്നാലങ്കാർ. പ്രശ്നാലങ്കാർ ഈ പേരിൽ തന്നെ ഉണ്ട് അല്ലേ. പ്രശ്ന, ക്വസ്റ്റ്യൻ. പ്രശ്ന പൂച്ഛന, ക്വസ്റ്റ്യൻ മാർക്ക് അല്ലേ. ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും അല്ലേ. പ്രശ്ന का ये चिन्ह പ്രശ്നാലങ്കാർ. ജീവൻ क्या है, നിർജർ ഹേ. ക്യാ ഹേ ഇവിടെ എന്തുണ്ട്? ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. കോൺ റോക്ക് സക്താ ഹേ ഉസ്കി ഗതി.
അഗെയിൻ മുജ്സെ മിൽനെ കോ കോൻ വിക്കൽ, ഇവിടെ വീണ്ടും ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. കാം പർ ക്യൂം ജാ രഹേ ബച്ചേ, ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. അപ്പം ഈ പ്രശ്നാലങ്കാറിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്, ക്വസ്റ്റ്യൻസ് ആണ്, പിന്നെ ക്വസ്റ്റ്യൻ മാർക്കും എന്തായാലും ഉണ്ടാകും. അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് പ്രശ്നാലങ്കാരാണെന്ന് തിരിച്ചറിയാനും എളുപ്പത്തിൽ സാധിക്കും. നെക്സ്റ്റ് പുനരുക്തി പ്രകാശ് അലങ്കാർ. पुनरुक्ति प्रकाश अलंकार, एक शब्द लगातार दो बार अर्थ एक ही, ഒരേ ശബ്ദം 2 പ്രാവശ്യം ആവർത്തിച്ചു വരികയും അർത്ഥം ഒന്ന് തന്നെയാവും. ആ 2 ആവർത്തിച്ച് വന്ന ശബ്ദത്തിൻ്റെയും മീനിങ് ഒന്ന് തന്നെയായിരിക്കും, മീനിങ്ങിൽ വ്യത്യാസം ഉണ്ടാകില്ല. അതാണ് പുനരുക്തി പ്രകാശ് അലങ്കാർ. ധൽ ധൽ മേ ബസ്താ ഹേ ശിവഹി, ധൽ ധൽ, ഇവിടെ 2ൻ്റെയും മീനിങ്ങും ഒന്ന് തന്നെയാണ്. ഭാർ ഭാർ വർഷൻ ഹേ മുസലാധാർ, ഭാർ ഭാർ ഹജാർ ഹജാർ ഗേത്തോം കി മിട്ടി കാ ഗുൺ ധർമ്മ, ഹജാർ ഹജാർ അല്ലേ. ഇങ്ങനെ ഒന്നിച്ചിട്ട് വാക്കുകൾ വരികയും അതിൻ്റെ അർത്ഥം ഒന്നാവുകയും ചെയ്താൽ അത് പുനരുക്തി പ്രകാശ് അലങ്കാർ ആണ്. श्री राधे राधे मुख यह वर हरिश्चंद्र को दीजे, राधे राधे അല്ലേ. ഇതും എന്താണ്? പുനരുക്തി പ്രകാശ് അലങ്കാർ. യമക് അലങ്കാർ പുനരുക്തി പ്രകാശ് അലങ്കാർ അല്ലേ. യമക് അലങ്കാറിൽ നമ്മൾ എന്താണ്? ഏക് ഹി ശബ്ദ ദോ ബാർ അർത്ഥ അലഗ് അലഗ് എന്ന് പറഞ്ഞു അല്ലേ. അതായത് ഒരേ ശബ്ദം 2 പ്രാവശ്യം വരികയും പക്ഷെ അർത്ഥം ഒന്നാകുകയും ചെയ്യുകയാണെങ്കിൽ അത് യമക് അലങ്കാറാണ്. പക്ഷേ പുനരുക്തി പ്രകാശ് അലങ്കാറിലാണെങ്കിലോ, പുനരുക്തി പ്രകാശ് അലങ്കാറിലാണെങ്കിൽ ഒരു ശബ്ദം വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരും, പക്ഷെ അതിൻ്റെ അർത്ഥം ഒന്നാണ്. യമക അലങ്കാറിൽ അർത്ഥം വേറെ ആയിരിക്കും, പുനരുക്തി പ്രകാശിലെ അലങ്കാറിൽ അർത്ഥം ഒന്ന് തന്നെയായിരിക്കും. അതാണ് ഇത് 2ൻ്റെയും വ്യത്യാസം. അപ്പോൾ ഇത് മാറിപ്പോകാതിരിക്കും അല്ലേ. കാളി ഘട്ട ഖ ഗമഡ് ഘട്ട, ഇവിടെ ഘട്ട എന്നുള്ള വാക്ക്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇത് കുറച്ച് ദൂരെ ആയിരിക്കും വാക്കുകൾ അല്ലേ. കൂടുതൽ 99% കൂടുതൽ വാക്കുകൾ അകലെ ആയിരിക്കും. ഒരു ഘട്ടം അവിടെയാണെങ്കിൽ പിന്നെ ഒരു ഘട്ടം അവിടെയാണ് അല്ലേ. പക്ഷെ പുനരുക്തി പ്രകാശിൽ ധൽ ധൽ ഇങ്ങനെ അടുത്തടുത്താണ്, ഭാർ ഭാർ ഹജാർ ഹജാർ രാധേ രാധേ ഇങ്ങനെ അടുത്തടുത്താണ് ഈ വാക്കുകൾ വരിക. അപ്പോൾ പുനരുക്തി പ്രകാശം യമക് അലങ്കാരം മാറിപ്പോവാതെ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ഉപമ അലങ്കാർ. ഉപമ അലങ്കാർ സാ സേ സി സം സരി ഖി സരിസ് സദൃശ് കെ സമാൻ കി തറഹ്. ഇതിൻ്റെ ഒക്കെ മീനിങ് കെ സമാൻ കി തറഹ് സദൃശ്. അപ്പോൾ ഉപമ അലങ്കാരിൻ്റെ ഒരു പങ്ക്തിയിൽ ഈ പറയുന്ന ഏതെങ്കിലും ഒരു വാക്ക് തീർച്ചയായും ആ വരിയിൽ ഉണ്ടാകും. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് അത് ഉപമ അലങ്കാരം എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. സാ സേ സി സം സരി ഖി സരിസ് സദൃശ് കെ സമാൻ കി തറഹ്. निर्धन के धन सी तुमाई, ले उसके समान, धन की समान, सी मतलब के समान. चावर सदृश ढोल रहे सरसों के सर आनंद, सदृश. സിന്ധു സാ, സിന്ധുവിനെ പോലെ അല്ലേ, അതുപോലെ ഇതുപോലെ അങ്ങനെയാണ് സദൃശ്യപ്പെടുത്തിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സിന്ധു സാ വിസ്തൃത് ഓർ അഥാഹ് സാ. പാരദർശി വ ശീശേ കി തരഹ് ആകാശ്, കി തരഹ് ആകാശ് അല്ലേ. അതുപോലെ പാരദർശി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ആ ശീശയിലെ ആ കണ്ണാടി പോലെയാണ് ആകാശം ഇരിക്കുന്നത്. കി തരഹ് ആകാശ്, കി തരഹ് എന്നുള്ള വാക്ക്. സാ സേ സി സം സരി ഖി സരി സദൃശ് കെ സമാൻ കി തരഹ്, ഇതൊക്കെ ഉപമ അലങ്കാര എന്ന വരികളിൽ തീർച്ചയായും ഉണ്ടാകുന്ന വാക്കുകളാണ്. അപ്പോൾ അത് കണ്ടുപിടിച്ചിട്ട് തന്നെ, കാരണം ഇതിൻ്റെയൊക്കെ അർത്ഥം കെ ഇസ്കി തരഹ് കി തരഹ് കെ സമാൻ എന്നതാണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് ഉപമ അലങ്കാരാണെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. उत्प्रेक्षा अलंकार. उत्प्रेक्षा अलंकार क्या है? मानो मनो मनो मनु मनहु जानो जनु जान पड़ता है.
ഇതിൻ്റെയൊക്കെ മീനിങ് മാനോ എന്ന് തന്നെയാണ്. അപ്പോൾ ഉത്പ്രേക്ഷ അലങ്കാരൻ്റെ ആ മീനിങ് ഉള്ളതിൽ ഈ ഏതെങ്കിലും ഒരു വാക്കുകൾ ആ വരികളിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. മാനോ, മനോ, മനോ, മനു, മനഹോ, ജാനോ, ജനു, ജാൻ പഠിത്താ ഹെ. എക്സാമ്പിൾ നോക്കാം. മനു ദൃഘ് ഫാരി അനേക ജമുൻ നിരഖത് ബ്രജ് ശോഭ. ഇവിടെ മനു എന്നുള്ള വാക്ക് ഉണ്ട്. सिर फट गया उसका वही मानो अरुण रंग का घड़ा. मानो എന്നുള്ള വാക്കുണ്ട് അല്ലേ. जान पड़ता है नेत्र देख बड़े बड़े हीरकों में खोल नीलम है जड़े. पर जान पड़ता है എന്നുള്ള വാക്ക് ഉണ്ട്. सोहनोडे पीत पट श्याम सलोने गात मनो नीलमणि साइल पर आतप പര്യോ പ്രഭാത്. ഇവിടെ മാനോ എന്നുള്ള വാക്കുണ്ട് അല്ലേ. മാനവും അതാണ് ഉത്പ്രേക്ഷ അലങ്കാർ. മാനവും ഇവിടെ മാനോ, മനോ, മനോ, മനു, മനഹു, ജാനോ, ജനു, ജാൻ പഠിത്താ ഹെ. ഈ വാക്കുകൾ ഏത് വരിയിലാണ് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ അത് ഉത്പ്രേക്ഷ അലങ്കാരാണെന്ന് ഉറപ്പിക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് വൺ അതിശയോക്തി അലങ്കാർ. ബാത്തുകോ ബടാ ചടാക്കർ കഹന അല്ലേ. ഒരു കാര്യം വളരെ അതിശയപരമായിട്ട് കുറച്ച് എക്സ്ട്രാ ആയിട്ട് പറയുക. ബടാ ചടാക്കർ കഹന കുറച്ച് വലുതാക്കിയിട്ട് പറയുന്നതിനെയാണ് അതിശയോക്തി അലങ്കാരം എന്ന് പറയുന്നത്. ബാത്തുകോ ബടാ ചടാക്കർ കഹന. ഈസ് ഭവൻ കാ ശിഖർ ആകാശ് കോ ചൂത്താ ഹെ അല്ലേ. ഈ വീടിൻ്റെ ശിഖരം ആകാശ് കോ ചൂത്താ ഹെ, ആകാശത്തിനെ തൊടുന്നു, ആകാശം തൊട്ടിരിക്കുന്നു അല്ലേ. അത്രയും അതിശയമായിട്ട് ഒരു വീടിൻ്റെ ശിഖരം ആകാശമൊന്നും തൊടില്ല അല്ലേ. इधर धनुष से अर्जुन का तीर छूटा उधर जयेंद्र का सिर दर्द से जुदा हुआ. ഇവിടെ ധനുഷ് സെ അർജുൻ കാ തീർ ചൂട്ട. അർജുൻ്റെ തീര് വളരെ ചെറുതാണ്, പക്ഷെ ജയേന്ദ്രൻ്റെ തല അവിടെ മണ്ണിൽ ഉരുണ്ടു എന്ന് പറയുന്നത്. തല ഛേദിച്ചു കളഞ്ഞു ആ ചെറിയ ധനുഷ് കൊണ്ട്. देख लो साकेत नगरी है ही स्वर्ग से मिलने गगन को जा रही. സാഖേത് നഗരി സ്വർഗ് കെ സമാൻ അല്ലേ. സ്വർഗം പോലെ ആണ്, അത്രയും ഭംഗിയിൽ മിന്നിത്തിളങ്ങുന്നു. എന്ത് സാഖേത് നഗരി, സ്വർഗം പോലെ ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ അതിശയോക്തിയായിട്ട് ബാത്ത് കോ ബടാ ചടാക്കർ കഹന അതിശയോക്തി അലങ്കാർ ഹെ. മാനവീകരൺ അലങ്കാർ. മാനവീകരൺ എന്താണ് ഇതിനകത്ത് പറയുന്നത്? ഇൻസാൻ കെ കാം പ്രകൃതി കരേ. അതായത് പ്രകൃതിയിലുള്ള വസ്തുക്കൾ, ഇപ്പം സൂരജ്, പിന്നെ ചാന്ദ്, പിന്നെന്താ സമുദ്രം, അല്ലെങ്കിൽ പേട് അല്ലേ. ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രകൃതിയിലുള്ള ഒരു വസ്തു അത് മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തികളെ ഇപ്പം കാറ്റ് അല്ലേ, ഇതൊക്കെ സൂരജ് അല്ലെങ്കിൽ സമുദ്രം ഇത് ചെയ്യുന്നത് പോലെ പ്രകൃതിയിലുള്ള ഒരു വസ്തു മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തികളുമായിട്ട് ചെയ്യുന്നതായിട്ട് പറയുന്നത്. അതിനെയാണ് മാനവീകരണ അലങ്കാരം എന്ന് പറയുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾ നോക്കൂ. മേഘ് ആയേ ബഡേ ഭൻ ടൻ കെ സജ് സവർ കെ. മേഘ് അല്ലേ, മേഘമാണ് വരുന്നത്. ബാദൽ ആയേ എങ്ങനെ വരുന്നു? ഒരാൾ ഇപ്പോൾ നമ്മൾ ഒരുങ്ങി അടിപൊളിയായിട്ട് റെഡിയായിട്ട് ഇതാ സൂപ്പറായിട്ട് വരുന്നല്ലോ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ വരുന്നു. ആര്? മേഘ്. ബൻ ടൻ സജ് സവർ അല്ലേ, സജ് സവർക്കർ നല്ലോണം ഒരുങ്ങി ഭംഗിയിൽ റെഡി ആയിട്ട് അല്ലേ, നല്ല ടിക് ടോപ്പായിട്ട് വരുന്നത് ആരാണ്? മേഘത്തിനെ കുറിച്ചാണ് പറയുന്നത്. മേഘം അങ്ങനെയാണോ വരുന്നത് അല്ലേ. അപ്പം അത് ഇൻസാൻ്റെ കാര്യങ്ങൾ, അത് പ്രകൃതിയിലുള്ള വസ്തുക്കളുമായിട്ട് പറഞ്ഞിരിക്കുന്നതിനാണ് മാനവീകരണ അലങ്കാരം എന്ന് പറയുന്നത്. बूढ़े पीपल ने आगे बढ़कर जुहार की. जुहार की മീൻസ് വിൻതി की. അപ്പോൾ ബൂഡേ പീപ്പിൾ ഇവിടെ വിൻതി की, വിൻതി അപേക്ഷിക്കുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കുകയാണ്. आगे आगे नाचती घाती भयार चली. भयार मतलब क्या है? भयार नदी. ആകെ ആകെ നാച്തി കാത്തി ഭയാർ ചലി അല്ലേ. അതായത് മുന്നോട്ട് ഡാൻസ് ചെയ്തിട്ടും പാട്ട് പാടിയിട്ടുമൊക്കെ ഹവ മുന്നോട്ട് പോയി. ബയർ മീൻസ് ഹവ. അപ്പോൾ കാറ്റിനെയാണ് ഇവിടെ കാറ്റ് ഡാൻസ് ചെയ്തിട്ടും പാട്ട് പാടിയിട്ടൊക്കെ മുന്നോട്ട് പോയി എന്നുള്ളതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മനുഷ്യർ ചെയ്യുന്ന പ്രവർത്തികൾ പ്രകൃതിയിലെ ചില വസ്തുക്കൾ ചെയ്യുന്നതായിട്ട് പറയുന്നതിനെയാണ് മാനവീകരണ അലങ്കാരം എന്ന് പറഞ്ഞിരിക്കുന്നത്.
आज नदी बिल्कुल उदास थी, सोई थी अपने पानी में. ആജ് നദി ബിൽക്കുൽ ഉദാസ് അല്ലേ, ഉദാസ്. കോൻ ഉദാസ് ഹേ നദി. ഇവിടെ നദിയാണ് ഉദാസമായിട്ടിരിക്കുന്നതായിട്ട് പറയുന്നത്. അപ്പോൾ ഇതാണ് മാനവീകരൺ അലങ്കാർ. रूपक अलंकार. रूपक अलंकार माने क्या है? रूप अलंकार. रूपी, रूपी. मैया में तो चंद्र गिलौना ले हो. चंद्र रूपी गिलौना, चंद्र रूपी गिलौना. प्रकृति का अनुराग अंचल हिल रहा है. അനുരാഗ് മത്ലബ് ക്യാ ഹെ? അനുരാഗ്. അനുരാഗ് മീൻസ് എന്താണ്? പ്രേം അല്ലേ? പ്രേം രൂപി. അഞ്ചൽ മീൻസ് ദുപ്പട്ട. പ്രേം രൂപി ദുപ്പട്ട. ചന്ദ്ര രൂപി ഗിലൗന. ഇവിടെ അനുരാഗ് മത്ലബ് പ്രേം. പ്രേം അഞ്ചൽ മീൻസ് ദുപ്പട്ട. പ്രേം രൂപി ദുപ്പട്ട. പ്രീതി നദി में पाऊ न भर्यो. प्रीति नदी. प्रीति मतलब क्या है? प्रेम. नदी प्रेम रूपी नदी. जाने कब सुन मेरी पुकार, करे देव भवसागर पार. भवसागर मतलब क्या है? संसार रूपी सागर. भव मीन संसार. संसार रूपी सागर. ഇങ്ങനെ രൂപി എന്ന ഒരു അർത്ഥത്തിൽ പറയുന്നതല്ലേ ചന്ദ്ര രൂപി ഗിലൗന. അനുരാഗ രൂപി ദുപ്പട്ട. പ്രീതി രൂപി നദി माने प्रेम रूपी नदी. भवसागर संसार रूपी सागर. इതാണ് रूपक अलंकार. श्लेष अलंकार. एक शब्द के दो या दो से ज्यादार्थ. ഇവിടെ ഒരു ശബ്ദമാണ്. ഒരു ശബ്ദത്തിന് ഈ ഒരു ലൈനിൽ രണ്ടിൽ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ മീനിങ് ഉണ്ടാകും. ആ ഒരേ ഒരു ശബ്ദത്തിന് ഒന്നിൽ കൂടുതൽ അർത്ഥങ്ങൾ ഉണ്ടാകും. പക്ഷെ ആ അർത്ഥം മുഴുവൻ ഈ ഒരു വരിയിലേക്ക് ഫിറ്റുമായിരിക്കും. एक शब्द को दो या तीन अर्थ होते हैं. सभी अर्थ उस पंक्ति में फिट कर बैठे हैं. अदान श्लेष अलंकार. आए अज्ञात दिशा से आनंद के घन. अनंत मतलब ആയേ അജ്ഞാത ദിശാസെ, ഒരു അജ്ഞാത ദിശയിൽ നിന്നും. അനന്ത് ജിസ്കാ അന്ത് നഹി. ബഹുത് സാരേ മത്ലബ് ഹെ. एक अर्थ है आनंद का बहुत सारे. आए अज्ञात दिशा से बहुत सारे बादल. घन मतलब बादल. അപ്പോൾ ഒരു അജ്ഞാത ദിശയിൽ നിന്നും बहुत सारे बादल आए हैं. ഇനി ഒരു അർത്ഥത്തിലോ ईश्वर एक आए अज्ञात दिशा से ईश्वर द्वारा भेजा गया बादल आए हैं. आनंद के घन मीन्स ईश्वर ने भेजे हुए बादल आए हैं. അപ്പോൾ बहुत सारे और ईश्वर दोनों अर्थ में हम अनंत शब्द प्रयुक्त होते हैं. दोनों अर्थ इस पंक्ति में फिट कर बैठे हैं. नेक्स्ट. सुभरत को ढूंढत फिरत कवि व्यभिचारी चोर. सुबरत. सुबरत मतलब क्या है? सुबरत. सुबरत को यहाँ तीन अर्थ होते हैं. कवि व्यभिचारी चोर. सुबरत मीन्स एक कवि क्या चाहता है? मधुराक्षर या शब्द. मधुराक्षर या शब्द. और दूसरा अर्थ है सुंदरी स्त्री. और तीसरा अर्थ है सोना. हम एक कवि ढूंढता फिरता है सुबरत. सुबरत मतलब मधुराक्षर या शब्द. कवि ढूंढता फिरता है मधुराक्षर या शब्द. मैंने सुबरत. एक व्यभिचारी. व्यभिचारी एक बुरे चरित्रहीन व्यक्ति क्या ढूंढता है? सुंदरी स्त्री. व्यभिचारी ढूंढता फिरता है सुबरत. सुबरत मतलब क्या है? एक सुंदरी स्त्री. चोर ढूंढता फिरता है सुबरत. क्या ढूंढता फिरता है? चोर. सोना. सुबरत का अर्थ यहाँ क्या है? सोना. मधुराक्षर या शब्द, सुंदरी स्त्री और सोना. हम तीन अर्थ में हम सुबरत प्रयुक्त करता है शब्द. ये तीनों अर्थ इस पंक्ति में बहुत बहुत फिट है. इदान श्लेष अलंकार. ഉപമേയ് ഓർ ഉപമാൻ അല്ലേ? ഒരു പങ്ക്തിയിൽ ഒരു വരി എടുത്ത് നോക്കുമ്പോൾ അതിൽ ഉപമേയും ഉണ്ടാകും ഉപമാനും ഉണ്ടാകും. എന്താണ് ഉപമാൻ അല്ലെങ്കിൽ ഉപമേയ് എന്നും നമുക്ക് നോക്കാം. ചാന്ദ് സാ സുന്ദർ മുഖ്.
ചാന്ദ് സാ സുന്ദർ മുഖ്. ഇവിടെ ചാന്ദ് എന്ന് പറയുന്നത് ഉപമാനാണ് അല്ലേ, മുഖ് എന്ന് പറയുന്നത് ഉപമേയാണ്. അപ്പോൾ മുഖത്തിനെ ചന്ദ്രനോട് ഉപമിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഉപമിച്ചിരിക്കുന്നത്? അത് ഉപമേയം. എന്തിനോടാണ് ഉപമിക്കുന്നത്? അത് ഉപമാനം. എന്താണോ ഉപമിച്ചിരിക്കുന്നത് അത് ഉപമേയും, എന്തിനോടാണോ ഉപമിച്ചിരിക്കുന്നത് അത് ഉപമാനം ആണ്. അപ്പോൾ മുഖം ചന്ദ്രനെ പോലെ വിളങ്ങുന്നു. ചാന്ദുസാ സുന്ദർ മുഖ് അല്ലെ, ചന്ദ്രനെ പോലെ സുന്ദരമായ മുഖം. അപ്പോൾ ആ മുഖത്തിനെയാണ് നമ്മളിവിടെ ഉപമിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഉപമിക്കുന്നത്. അത് ഉപമേയും ചന്ദ്രനോടാണ് ഉപമിച്ചിരിക്കുന്നത്. എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? അത് ഉപമാനം ആണ്. അപ്പോൾ ഉപമാനം ഉപമേയും ഒരിക്കലും മാറി പോകരുത്. ഒരു വരി തന്നിട്ട് ഇതിൻ്റെ ഉപമാനം എന്താണ്, ഉപമേയം എന്താണെന്നൊക്കെ ചോദിക്കും. പിന്നെ ഇതിൽ സ എന്ന് പറയുന്നത് വാചക ശബ്ദമാണ്. സുന്ദർ എന്ന് പറയുന്നത് ഒരു സാധാരണ വിശേഷൺ ശബ്ദമാണ് അല്ലേ. സുന്ദർ എന്ന് പറയുന്നത് സാധാരണ ഒരു വിശേഷൺ ശബ്ദമാണ്. അതിന് സാധാരണ ധർമ്മ എന്നാണ് ഈ വാക്കിനെ പറയുന്നത്. സാധാരണ ധർമ്മ. സ എന്ന് പറഞ്ഞാൽ അത് വാചക ശബ്ദം ആണ്. അപ്പോൾ ഉപമാൻ എന്താണ്, ഉപമേ എന്താണ്, വാചക ശബ്ദം എന്താണ്, സാധാരണ ധർമ്മം എന്താണ്, ഒരു പങ്ക്തിയിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ അലങ്കാറിനെക്കുറിച്ചും അലങ്കാറിൻ്റെ ഭേദിനെക്കുറിച്ചും ഇനിയാണ് നമ്മൾ പറയുന്നത്. അപ്പം എന്താണ് अलंकार? अलंकार माने क्या है? काव्य की शोभा बढ़ाने वाले तत्वों का अलंकार कहते हैं. ले जो नारी उसकी शोभा बढ़ाने के लिए जो आभूषण पहनते हैं, इस तरह काव्य की शोभा बढ़ाने वाले तत्व है जो उसको अलंकार कहते हैं. അല്ലേ, ഒരു കാവ്യത്തിൻ്റെ ശോഭ വർദ്ധിപ്പിക്കാനാണ് ഈ അലങ്കാർ എന്ന് പറയുന്നത്. അലങ്കാർ. അപ്പം अलंकार के भेद क्या क्या है उसके बारे में हम देखता है. भेद शब्दालंकार, अर्थालंकार और उभयालंकार. शब्दालंकार, अर्थालंकार, उभयालंकार, ये 3 प्रकार है. अलंकार को कितने भेद होते हैं? 3 भेद. शब्दालंकार, अर्थालंकार, उभयालंकार. ये 2 अलंकार बहुत प्रमुखता देती है. शब्दालंकार और अर्थालंकार, ये दोनों बहुत इम्पोर्टेंस है. शब्दालंकार, अर्थालंकार. अर्थालंकार को कितने भेद है? शब्दालंकार और अर्थालंकार, ये दोनों बहुत इम्पोर्टेंट है. ഇത് രണ്ടുമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. ഇത് രണ്ടും ചിലപ്പോൾ അലങ്കാറിന് 2 എണ്ണമല്ലോ, ശബ്ദാലങ്കാർ അർത്ഥാലങ്കാർ 2 भेद है എന്നാണ് പറയപ്പെടുന്നത്. അപ്പം എന്താണ് ശബ്ദാലങ്കാർ? തരണി, തനൂജ, തട്ട്, തമാൽ. ഇവിടെ ഇങ്ങനെ ഒരു പങ്ക്തിയുടെ ഒരു വരിയിൽ ആവർത്തിച്ചു വരുന്ന ഈ ശബ്ദത്തിൻ്റെ, ഈ വർണ്ണത്തിൻ്റെ സൗന്ദര്യം അല്ലേ, അതാണ് ശബ്ദ की सुंदरता के कारण अलंकार बनती है. तो ശബ്ദാലങ്കാർ അല്ലേ. ഇവിടെ അർത്ഥമൊന്നുമില്ല, അർത്ഥത്തിന് പ്രാധാന്യവുമില്ല. ഇവിടെ ശബ്ദത്തിൻ്റെ സുന്ദരതയാണ്, ഈ ആവർത്തിച്ച് വരുന്ന വർണ്ണങ്ങളുടെ ഭംഗിയാണ് അല്ലേ. ശബ്ദ की सुंदरता के कारण अलंकार बनती है तो ശബ്ദാലങ്കാർ. അപ്പോൾ ഇങ്ങനെ ശബ്ദത്തിൻ്റെ ഭംഗി കൊണ്ട് വർദ്ധിച്ചു വരുന്ന ആ ഒരു ശബ്ദാലങ്കാറിന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാറ്റഗറിയിൽ വരുന്നതൊക്കെ ശബ്ദാലങ്കാറിൽ വരും. ഇനി അർത്ഥാലങ്കാർ. എന്താണ് അർത്ഥാലങ്കാർ? अर्थालंकार का अर्थ चांद सा सुंदर मुख. ഇവിടെ शब्द की सुंदरता के कारण अलंकार बनती है. शब्द अर्थ की सुंदरता के कारण अलंकार बनते हैं तो अर्थालंकार. शब्द के सुंदरता के कारण अलंकार बनते हैं तो शब्दालंकार. ഇനി ഉഭയാലങ്കാർ എന്താണ്? ഖഗ്, കുൽ, കുൽ, കുൽസാ, ഭോൽ. ഇവിടെ എന്താണ്? शब्द और अर्थ दोनों की सुंदरता के कारण अलंकार बनते हैं तो ഉഭയാലങ്കാർ. ഇവിടെ ശബ്ദവും അർത്ഥവും രണ്ടും ചേർന്ന് വരുന്നതാണ് ഉഭയാലങ്കാർ എന്ന് പറയുന്നത്. അപ്പോൾ अलंकार मतलब क्या है? काव्य की जो भंगी बढ़ाने के लिए, काव्य की शोभा बढ़ाने वाले तत्वों का अलंकार कहते हैं. अलंकार का 3 भेद होते हैं, शब्दालंकार, अर्थालंकार और उभयालंकार. शब्दालंकार शब्दों की
शब्द की सुंदरता के कारण अलंकार बनती है तो शब्दालंकार, अर्थ की सुंदरता के कारण अलंकार बनती है तो अर्थालंकार, शब्द और अर्थ के दोनों के सुंदरता के कारण अलंकार बनते हैं तो उभयालंकार कहता है. നമ്മളിപ്പോൾ പഠിച്ച അലങ്കാർ ഈ 3 കാറ്റഗറിയിലും ശബ്ദാലങ്കാരം അർത്ഥാലങ്കാരിലും വരുന്നത് നോക്കാം. ശബ്ദാലങ്കാർ, അനുപ്രാസ്, യമക്, ശ്ലേഷ്, പ്രശ്നാലങ്കാർ ഇതൊക്കെ ശബ്ദാലങ്കാരിൽ വരുന്നതാണ്. അതായത് ഇവിടെ ശബ്ദത്തിൻ്റെ ഭംഗിക്കാണ് കൂടുതൽ പ്രാധാന്യം. അനുപ്രാസ്, യമക്, ശ്ലേഷ്, പ്രശ്നാലങ്കാർ. അർത്ഥാലങ്കാറിലോ ഉപമ, ഉത്പ്രേക്ഷ, അതിശയോക്തി, മാനവീകരൺ, രൂപക്. ഉഭയാലങ്കാരിൽ ദോനോം കാ മിശ്രൺ. അപ്പം ശബ്ദാലങ്കാറിൻ്റെയും അർത്ഥാലങ്കാറിൻ്റെയും രണ്ടിൻ്റെയും കൂടിയുള്ള മിശ്രണമാണ് ഉഭയാലങ്കാറിൽ വരുന്നത്. അപ്പം ശബ്ദാലങ്കാർ അനുപ്രാസ്, യമക്. അപ്പം ശ്ലേഷ് എക് ഡാഷ് അലങ്കാർ ഹേ. അപ്പോൾ ശബ്ദാലങ്കാരാണോ അർത്ഥാലങ്കാരാണോ ഉഭയാലങ്കാരാണോ എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പം നമുക്ക് ശ്ലേഷ് എന്ന് പറഞ്ഞാൽ അത് ശബ്ദാലങ്കാരാണെന്ന് അറിയണം. അപ്പോൾ ശബ്ദാലങ്കാർ അനുപ്രാസ്, യമക്, ശ്ലേഷ്, പ്രശ്നാലങ്കാർ. അർത്ഥാലങ്കാർ ഉപമ, ഉത്പ്രേക്ഷ, അതിശയോക്തി, മാനവീകരൺ, രൂപക് അതൊക്കെ അർത്ഥാലങ്കാരാണ്. പിന്നെ ഉഭയാലങ്കാരിൽ വരുന്നത് ഇത് രണ്ടും കൂടിയിട്ട് ശബ്ദാലങ്കാരം അർത്ഥാലങ്കാരവും രണ്ടും കൂടി ചേർന്ന് വരുന്നതാണ് ഉഭയാലങ്കാർ. ഓക്കെ, അപ്പോൾ അലങ്കാരിൻ്റെ ഒരു ചെറിയൊരു നമുക്ക് കൂടുതൽ ആവർത്തിച്ച് വരുന്ന അലങ്കാരമൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ ഒരു ക്ലാസ്. അപ്പോൾ അലങ്കാരം എന്ന് പറയുന്നത് നമുക്ക് പഠിച്ചാലൊന്നും തീരാത്ത അത്ര എണ്ണം അല്ലേ. ഞാൻ ആദ്യമേ പറഞ്ഞു ഈ 3 ഭേദ് ശബ്ദാലങ്കാരം അർത്ഥാലങ്കാരം ഉഭയാലങ്കാരനും അതിൻ്റെ ഉപഭേദം എന്ന് പറയുന്നത് 100 കണക്കിനാണുള്ളത്. അപ്പോൾ അത്രയും ഒന്നും നമുക്ക് പഠിച്ചെടുക്കാനും സാധ്യമല്ല. അപ്പം ഏകദേശം എല്ലാപ്പോഴും ചോദിച്ചു വരുന്ന നമുക്ക് ആവശ്യമുള്ള അലങ്കാരമൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് വിശ്വാസം. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ കാണാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.